തൃശ്ശൂർ രൂപതയിലെ എക്സിമിനേരിക്കാരുടെയും അല്ലെങ്കിൽ അവരുടെ കൂടെ പഠിച്ച വൈദികരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ ഗ്രൂപ്പ്. അവരുടെ നേതൃത്വത്തിലെ ഒരു കുരിശിൻ്റെ വഴി പുറത്തിറക്കുന്നു, പ്രസിദ്ധീകരിക്കുമെന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എക്സിമിനേരിക്കാരെയും വൈദികൻ ആകാൻ ആഗ്രഹിച്ച സെമിനാരി വന്നവരാണ്. പക്ഷേ ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ നടുവിൽ ഒരുപക്ഷെ ദൈവം അവരെ വിളിച്ചത് കുടുംബജീവിതത്തിലേക്കാണ്. നിങ്ങളുടെ കുടുംബജീവിതം കുറേ കൂടെ നന്നാകാൻ നിങ്ങളുടെ സെമിനാരി ഫോർമേഷൻ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് സെമിനാരിയുടെ ഓർമ്മകളും സ്മരണകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിധിനിക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നതും കരുതുന്നതും സൂക്ഷിക്കുന്നതൊക്കെ. ഈ കുരിശിൻ്റെ വഴി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ അനുഭവവേദ്യമായിട്ടുള്ള ഒരു കുരിശിൻ്റെ വഴിയായിരിക്കും. ദൈവവിളി നിങ്ങൾ ആരംഭിച്ചത്, അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങൾ പിന്മാറിയപ്പോൾ കുരിശിൻ്റെ വഴിയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നിങ്ങളുടെ ഈ ജീവിതാനുഭവങ്ങളെ കൂട്ടിച്ചേർത്ത് പ്രസിദ്ധീകരിക്കുന്ന കുരിശിൻ്റെ വഴി ഏറ്റവും ഹൃദ്യമായിരിക്കും, ഏറെ ഹൃദയകാരിയായിരിക്കും. നിങ്ങളുടെ ഈ പരിശ്രമത്തിന് തട്ടിപ്പിതാവിൻ്റെ ഒരുപാട് ഇഷ്ടത്തോടു കൂടിയ സ്നേഹവും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നിങ്ങൾ ഈ പരിശ്രമം നിർത്തരുത്. ഈ കൂട്ടായ്മ നിങ്ങൾ തുടരണം. ഇതുപോലെയുള്ള പുതിയ പരിശ്രമങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകണം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് സർവ്വനന്മയും ദൈവാനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഇഷ്ടത്തോടുകൂടെ കാണുന്ന ഞങ്ങളുടെ സ്വന്തം റാഫേൽ തട്ടിൽ പിതാവ്, കാക്കനാട്ടെ മൗണ്ട് സെൻറ്റ് തോമസിൽ നിന്ന്. പ്രാരംഭ പ്രാർത്ഥന. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, അന്ന് ഞാൻ അവരുടെ കഴുത്തിൽ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും, അവരെ ഇനി ആരും അടിമകളാക്കുകയില്ല. ജെറേമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 8-ാം തിരുവചനത്തിലൂടെ അവിടുന്ന് നൽകുന്ന വാഗ്ദാനം തൻ്റെ മകനായ മിശിഹായിലൂടെ പൂർത്തിയാക്കാൻ പിതാവായ ദൈവം
ലോകത്തെ അത്രമേൽ സ്നേഹിക്കുന്ന അത്ഭുത നിമിഷങ്ങളാണ് കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനകൾ. പിതാവായ ദൈവമേ, ലോകത്തെ അത്രമേൽ അങ്ങ് സ്നേഹിക്കുന്നത് തൻ്റെ മകൻ്റെ തിരുരക്തത്താലും തിരുജലത്താലും ആണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കുരിശിൻ്റെ വഴി യാത്രയിലൂടെ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ മകൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പരിശുദ്ധ മറിയത്തിൻ്റെയും മാറിയൗസേ പിതാവിൻ്റെയും മാധ്യസ്ഥത്തോടുകൂടെ ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴി യാത്രയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ പാപകരമായ അവസ്ഥകളെല്ലാം വിട്ടുമാറട്ടെ. ഞങ്ങളെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ജീവിത പ്രതിസന്ധികൾ, മുറിവേറ്റ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അവിടുന്ന് സുഖപ്പെടുത്തുകയും എല്ലാ ബന്ധനങ്ങളും അഴിച്ചു മാറ്റി ഞങ്ങളെ ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ അനുഗ്രഹീതരാക്കി മാറ്റുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വന്ന ഈശോ മിശിഹായെ, അങ്ങയുടെ കുരിശയാത്രയിൽ ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും നിന്റെ ശിരസിൽ മുൾക്കിരീടം വെച്ച് പരിഹസിച്ചപ്പോൾ അവർ ലോകത്തോട് ഏറ്റുപറഞ്ഞ ഒരു വലിയ സത്യമുണ്ട്. നീ യഹൂദരുടെ മാത്രം രാജാവല്ല, ലോകത്തിന്റെ മുഴുവൻ രാജാവാണെന്ന ഏറ്റവും കൃപ നിറഞ്ഞ സത്യം. സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും കരുണയുടെയും രാജാവായ മിശിഹായെ, അങ്ങയെ ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴിയാത്രയിലൂടെ അനുഗമിച്ച് അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ ജീവിത മാതൃക അനുകരിച്ച് നിന്നോടുകൂടെ ജീവിച്ച് ലോകത്തിൻ്റെ പാപങ്ങളിൽ വീഴാതെ വഴിയും സത്യവും ജീവനുമായ നിന്നെ മാത്രമേറ്റു പറഞ്ഞ് നിനക്ക് സാക്ഷിയാകുവാൻ ഞങ്ങൾ അതിയായി ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ ആഗ്രഹിക്കുന്നു. നിന്നോടുകൂടെ മരിച്ച് നിന്റെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് ഈ പീഡാനുഭവ യാത്ര അങ്ങേ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൻ്റെ ഒരുക്കമായി എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. കുറ്റമൊന്നും ചെയ്തിടാതെ യേശുനാഥൻ പീലാത്തോസിൻ അരമനയിൽ വിധിയും കാത്ത് മൗനമായി നിൽപ്പൂ. ശിരസിന്മേൽ മുൾമുടിയും മേനിയാകെ ചാട്ടവാറാ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി മരണം വിധിയാ. ഒന്നാം സ്ഥലം, കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. കുറ്റമൊന്നും കാണാത്തതുകൊണ്ട് ഇവനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കുക എന്ന് പീലാത്തോസ് കൽപ്പിച്ചപ്പോൾ മുറവിളി കൂട്ടിയ ജനത്തെ പ്രീതിപ്പെടുത്തി കലാപകാരിയും കൊലപാതകിയുമായ ബറാബാസിനെ തടങ്കലിൽ നിന്ന് വിട്ടുകൊടുത്ത് ഈശോയെ ക്രൂശിലേറ്റിക്കൊല്ലാൻ പീലാത്തോസ് വിധിച്ചു.
അങ്ങനെ ഒരു കുറ്റവുമില്ലാത്തവൻ വലിയ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു. അവനെ ചമ്മട്ടി കൊണ്ടടിച്ച് തലയിൽ അവർ മുൾമുടി ചാർത്തി. ശരീരം മുഴുവൻ രക്തമൊഴുകി. വിണ്ടുകീറിയ ശരീരവുമായി നിൽക്കുന്ന യേശു താൻ ജനങ്ങളെ പഠിപ്പിച്ചത് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈശോയെ, ഞാനും പലപ്പോഴും പത്രോസായി നിന്നെ തള്ളിപ്പറയുന്നു, യൂദാസായി നിന്നെ ഒറ്റിക്കൊടുക്കുന്നു. നിന്നോടുള്ള അവിശ്വാസ നിമിത്തം മറ്റുള്ളവരുടെ കൂടെ നിന്നെയും നിന്റെ വിശുദ്ധ ബലിയെയും മറന്ന് ജീവിക്കുന്നു. വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ തേടി വന്ന നല്ല ഇടയനായ ഈശോയെ, ഇനിയും നിന്നെ തള്ളിപ്പറയാതെ ഇനിയുള്ള കാലം മുഴുവൻ നിന്റെ ചാരി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുവാൻ വന്ന രക്ഷകനും വിമോചകനുമായ ഈശോയെ, തീവ്രവാദത്തിൻ്റെയും യുദ്ധപശ്ചാത്തലത്തിൻ്റെയും സാഹചര്യങ്ങളിൽ രാഷ്ട്രത്തലവന്മാർക്ക് മാനസാന്തരമുണ്ടാകുവാനും യുദ്ധങ്ങളിൽ നിന്നും പിന്മാറി തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുവാനും ഇടയാക്കണമെന്നും അതുവഴി അങ്ങയുടെ സമാധാനത്തിൻ്റെ രാജ്യവും നീതിയും സംജാതമാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവപുത്രൻ യാത്രയായി സഹനം ബലിയാ ചുംബനം കൊണ്ടൊറ്റിയൂദാ തള്ളി നിന്നെ ശിമയോനും കൂട്ടുവിട്ട ശിഷ്യഗണം ഗുരുവും രണ്ടാം സ്ഥലം, കുരിശ് ചുമക്കുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നവൻ തനിക്ക് മരിക്കുവാനുള്ള കുരിശും സ്വയം ചുമന്നു പോകണം. ദൈവപുത്രനോട് മനുഷ്യ ശരീരത്തോടെ ഏൽപ്പിക്കാവുന്ന പ്രഹരത്തിൻ്റെ അങ്ങേയറ്റം വരെ ചെയ്തു. ഇരുമ്പ് കൊളുത്തുകളുള്ള ചാട്ടുമാറുകൊണ്ട് പടയാളികൾ അവരുടെ കൈകാലുകൾ തളരുന്ന വിധം അടിച്ചു മുറിവേൽപ്പിച്ച യേശുവിൻ്റെ തിരുത്തൊളിലേക്ക് ഭാരമുള്ള കുരിശെടുത്തു വെച്ചു കൊടുത്തു.
കൂടെ നടന്ന് നീ സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറഞ്ഞ പത്രോസ് അവസാന നിമിഷത്തിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. സ്നേഹത്തിൻ്റെ പ്രകടനമായ ചുംബനം കൊണ്ട് യൂദാസ് ഒറ്റിക്കൊടുത്തു. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നിന്നുകൊണ്ട് പുത്രനായ ദൈവം മനുഷ്യരോട് പരസ്പരം സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവൻ സ്നേഹത്തിൻ്റെ തിരസ്കരണത്തിൻ്റെ കൈപ്പേറിയ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നു. ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും തന്നെ അയച്ച പിതാവിൽ മാത്രം ആശ്രയം വെച്ച് അവൻ കുരിശ് വഹിക്കുന്നു. ഈശോയെ, നിന്റെ കൂടെ നിന്ന ശിഷ്യന്മാർ തന്നെ നിന്റെ വാക്കുകൾ മറന്നുപോയി. പാപികളും ബലഹീനരും നിസ്സഹായരുമായ ഞങ്ങളുടെ അവസ്ഥ നിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. കഷ്ടപ്പാടിൽ നിന്നും സഹനത്തിൽ നിന്നും വേദനയിൽ നിന്നും ഓടിയൊളിക്കുവാൻ ഞങ്ങളുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. നിന്നോടുകൂടെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെയും നീ സഹായിക്കണമേ. ലോകത്താകമാനം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അങ്ങയോടുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. പാദമീളേ കല്ലുകളും മേനിയാകെ മർദ്ദനവും ഊഴിയിന്മേ വീണുനാഥൻ രക്തമോ വാർന്നു. തളർന്നു നാഥൻ പിടഞ്ഞു ഭൂവിൽ ഭാരമേറും ക്രൂശുമായി എഴുന്നേൽക്കാൻ ബലമില്ല. കഠോരമെൻ പാപം. മൂന്നാം സ്ഥലം കുരിശുമായി നിലത്ത് വീഴുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു. വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുൾപടർപ്പുകളും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ ഇടുങ്ങിയ പാതയിലൂടെയുള്ള യാത്ര. പടയാളികൾ അടിച്ച് മുറിവേൽപ്പിച്ച ശരീരം. കുരിശിൻ്റെ ഭാരവും ശരീരത്തിൻ്റെ തളർച്ചയും. ഈശോ വീണുപോകുന്നു. കൂർത്ത മുള്ളുകളും കരിങ്കൽ കഷണങ്ങളും മൃദുവായ പാദങ്ങളിൽ തറയ്ക്കുന്നു. കാൽമുട്ടുകൾ പാറക്കല്ലുകളിൽ തട്ടി രക്തമൊഴുകുന്നു. അവൻ്റെ വീഴ്ചയിൽ യഹൂദ പ്രമാണികൾ ആർത്ത് അട്ടഹസിക്കുന്നു. പടയാളികൾ വീണ്ടും അവനെ അടിച്ചെഴുന്നേൽപ്പിക്കുന്നു.
അങ്ങ് നൽകിയ പ്രമാണങ്ങൾ അനുസരിക്കാതെ തിന്മയുടെ മാർഗത്തിൽ ഞാൻ സഞ്ചരിക്കുന്നത് വീണ്ടും വീണ്ടും അങ്ങയുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ജീവിതഭാരങ്ങൾ, ക്ലേശങ്ങൾ എല്ലാം നിൻ്റെ കാൽവരി യാത്രയോട് ചേർത്ത് വെച്ച് സഹിക്കാൻ എന്നെ നീ ഒരുക്കണമേ. സഭയ്ക്കും സമൂഹത്തിനും ആത്മീയ ഉണർവ് നൽകാൻ വൈദികരെയും സന്യാസികളെയും അൽമായരെയും ശക്തരാക്കണമേ. ഏത് പ്രതിസന്ധിയിലും തളരാതെ അവർ ആയിരിക്കുന്ന ദൈവവിളിയിൽ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ അവരെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. നൊന്തു പെറ്റോ രമ്മ മുന്നിൽ ഗദ്ഗദത്താൽ തേങ്ങിയുള്ളം നിറഞ്ഞു പോർ മിഴികളും എന്തു ഞാൻ ചൊല്ലും. അറിയില്ല എൻ മകനേ, നിൻ സഹനം മഹത്തരം. ഉള്ളു നൊന്തോ പിടയും നിൻ മനമോ ശോകം. നാലാം സ്ഥലം. വഴിയിൽ അമ്മയെ കാണുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഈശോ താൻ ഏറെ സ്നേഹിച്ച അമ്മയെ കാണുന്നു. ഉള്ളുപിടയുന്ന വേദനയിലും അമ്മയും മകനും നിശബ്ദരായി നിൽക്കുന്നു. നിശബ്ദതയിൽ സങ്കടക്കണ്ണീർ ആർത്തിരമ്പുന്നു. ബാലനായ യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കാണാതായി. പിന്നീട് കണ്ടെത്തിയപ്പോൾ അവൻ പറഞ്ഞ മറുപടി അമ്മയുടെ കാതുകളിൽ മന്ത്രിച്ചു: ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ പ്രവാചകനായ ശിമയോൻ പറഞ്ഞ വാക്കുകളും അമ്മയുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. ഈശോയെ, കണ്ണുനീരിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള യാത്ര വിദൂരമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ മനസ്സിലെ മുറിവുകളെ
അങ്ങയുടെ സ്നേഹത്തിൻ്റെ തൈലം കൊണ്ട് ഉണക്കണമേ. ഈശോയുടെയും അമ്മയുടെയും ദുഃഖത്തിന് കാരണമായ പാപങ്ങളിൽ വീഴാതെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അനുസരിക്കാതെ, സ്നേഹിക്കാതെ, കുടുംബജീവിതത്തിൽ വിശ്വസ്തരാകാതെ, കാപട്യം നിറഞ്ഞ ലോകത്ത് സ്വന്തം സുഖം മാത്രം നോക്കി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വൃദ്ധരായ മാതാപിതാക്കളുടെ കണ്ണുനീരിന് ആശ്വാസമാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. പാതിമാർഗേ മരണത്തെ പുൽകുമെന്ന ഭയത്താലേ യൂദരവർ വ്യസനിച്ചു ക്രൂശിലേ അന്ത്യം. കുരിശിൻ്റെ ഭാരമതോ താങ്ങുവാനായി കഴിയാതെ ശിമയോനേ നിന്ദയയാൽ കുരിശും ഏന്തേ. അഞ്ചാം സ്ഥലം. കുരിശയാത്രയിൽ ശിമയോന്റെ സഹായം സ്വീകരിക്കുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയ്ക്ക് കുരിശു വഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ബലമില്ലാതായി. ഗാഗുൽത്തായിൽ എത്തുന്നതിന് മുമ്പേ അവൻ വഴിയിൽ വീണ് മരിച്ചു പോകുമോ എന്ന് യഹൂദന്മാർ ഭയന്നു. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനേക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തുനിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. ജീവനോടുകൂടി യേശുവിനെ കുരിശിൽ തറയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ശിമയോനെ കൊണ്ട് കുരിശു ചുമക്കാൻ അവരെ നിർബന്ധിച്ച ആ കപട സ്നേഹത്തിൻ്റെ പ്രകടനം. ജനങ്ങളെ സന്തോഷിപ്പിക്കുക വഴി അധികാരം നിലനിർത്തുക എന്നത് അവരുടെ ആവശ്യവുമായിരുന്നു. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ യാത്രയിൽ നിന്റെ വിവിധ മുഖങ്ങൾ സമൂഹത്തിൽ കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ അവരെയൊന്നും കണ്ടില്ലെന്ന് ഭാവിച്ച് വകവയ്ക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി അവരിൽ നിന്നും മുഖം തിരിച്ച് ഞങ്ങൾ നടന്നു പോകാറുണ്ട്. ദൈവത്തെയും മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന
സാധാരണ ഒരു കർഷകന് ദൈവപുത്രൻ ചുമക്കുന്ന കുരിശ് താങ്ങാൻ സാധിച്ചെങ്കിൽ, മുഖം മൂടി അണിഞ്ഞ എൻ്റെ ജീവിതത്തിൽ നിന്നും മാറി ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ വക്താക്കളാകാൻ, മറ്റുള്ളവരെ സഹായിച്ച് അധ്വാനിച്ച് ജീവിക്കാനും ഈ പീഡാനുഭവ യാത്ര എനിക്ക് ഒരു അനുഭവമായി തീരട്ടെ. ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ടെന്ന് മനസ്സിലാക്കി മനുഷ്യരെ മനുഷ്യരായി കണ്ട് മനുഷ്യജീവന് വില നൽകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. സ്നേഹത്തിൻ്റെ ശീലയതിൽ ഭക്തയായ വേറോനിക്ക യേശുവിൻ്റെ തിരുമുഖം കൈകളാ തുടച്ചു. ശാന്തമായ മനസ്സോടെ മുറിവേറ്റ ആസ്യശോഭ ലോകത്തിനാ പുതുജീവൻ പകർന്നു നൽകി. ആറാം സ്ഥലം. വെറോനിക്കായ്ക്ക് തൻ്റെ തിരുമുഖച്ഛായ തൂവാലയിൽ നൽകുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയുടെ വസ്ത്രത്തിൻ്റെ തുമ്പിലെങ്കിലും സ്പർശിച്ചാൽ തനിക്ക് രോഗശാന്തി ലഭിക്കും എന്ന ബോധ്യവും വിശ്വാസവും മൂലം ഈശോയുടെ സ്നേഹം അനുഭവിച്ചവളായിരുന്നു വെറോനിക്ക. ഈശോയുടെ കുരിശ് യാത്രയിൽ അവനെ ആശ്വസിപ്പിക്കണം, പൊടിയും രക്തവും നിറഞ്ഞ അവൻ്റെ തിരുമുഖം തുടച്ച് വൃത്തിയാക്കണം എന്ന ആഗ്രഹത്താൽ അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുവാലയെടുത്ത് ഈശോയുടെ മുഖം തുടച്ചു. പടയാളികളെയോ യഹൂദരെയോ ജനക്കൂട്ടത്തെയോ അവൾ ഭയപ്പെട്ടില്ല. തൻ്റെ ജീവിതത്തിലെ മാറാരോഗത്തിന് ശമനം തന്നവനാണ് കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അവളുടെ സ്നേഹത്തിന് മുന്നിൽ ഈശോ തൻ്റെ മുഖം തുവാലയിൽ പകർത്തിക്കൊടുത്തു. ഈശോയെ
അങ്ങയുടെ കാൽവരി യാത്രയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ ഇത്ര ധൈര്യത്തോടെ നിന്റെ തിരുമുഖം തുടയ്ക്കാൻ ഞാൻ വരില്ലായിരുന്നു. നിന്റെ സ്നേഹവും കരുണയും അനുഗ്രഹവും എനിക്ക് വേണം. എന്നാൽ നിന്നോടുകൂടെ ആയിരിക്കാൻ എനിക്ക് സമയമില്ല. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ നിനക്ക് സാക്ഷിയാകാൻ, നിന്റെ സത്യത്തിൻ്റെ ബോധ്യത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളും പീഡനങ്ങളും ഇനിയും സംഭവിക്കാതിരിക്കാനായി നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ ഭരണാധികാരികളെയും അവ പാലിക്കാൻ സമൂഹം മുഴുവനെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. രക്തമെല്ലാം വാർന്നുപോയി, മേനിയാകെ വിറയ്ക്കുന്നു. മർദ്ദനത്താൽ ദൈവപുത്രൻ വീണിതാ വീണ്ടും. ചാട്ടവാറിൻ അടിയാലേ ഘോരമേറും വേദനയാ, ക്രൂശിൻ ഭാരം വീണ്ടുമീതാ തോളിൽ വഹിപ്പൂ. ഏഴാം സ്ഥലം. രണ്ടാം പ്രാവശ്യം വീഴുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യേശുവിൻ്റെ രക്തമെല്ലാം തീരാറായി. നടക്കാൻ സാധിക്കാത്ത വിധം അവിടുന്ന് തളർന്ന് അവശനായി. ഇതാ രണ്ടാമതും നിലത്ത് വീഴുന്നു. ഗത്സമനിലെ പ്രാർത്ഥന അവൻ്റെ മനസ്സിനെ ശക്തി പകർന്നു. എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. പിതാവിനെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു പുത്രൻ്റെ ധർമ്മം, പിതാവ് ആഗ്രഹിക്കുന്നത് എന്താണോ അത് അവനിലൂടെ പൂർത്തിയാകണം എന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ് യേശുവിലൂടെ പൂർണ്ണമാകുന്നത്. തിരുസഭയെയും അവരുടെ ശുശ്രൂഷകരെയും വിശ്വാസങ്ങളെയും തള്ളിക്കളഞ്ഞ് അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാതെ ജീവിക്കുന്ന ഞങ്ങൾ തിന്മയുടെ ശക്തികളോട് ചേർന്ന് അങ്ങയെ വീഴ്ത്താൻ കെണികൾ ഒരുക്കുകയാണെന്ന് തിരിച്ചറിയുന്നു.
ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കും വില നൽകാതെ അങ്ങയെ മാറ്റി നിർത്തി അങ്ങയുടെ പേരിൽ നടത്തുന്ന എല്ലാ തെറ്റായ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിയുവാനും എൻ്റെ ജീവിതഭാരങ്ങൾ അങ്ങയുടെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെച്ച് അങ്ങയുടെ കരങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുവാനും എനിക്ക് കരുത്തു പകരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. ജനമേ, നിങ്ങളെയും മക്കളെയും ഓർത്തു നിങ്ങൾ വിലപിക്കും സമയം വരും. ഓർശലേമിൻ തിരുവിലന്നാ ജീവിളിയും ഘോഷങ്ങളും യേശുനാഥൻ ഓർത്തിടുമ്പോ തേങ്ങലാൽ ഹൃദയം. എട്ടാം സ്ഥലം. ജെറുസലേം പുത്രിമാരെ ആശ്വസിപ്പിക്കുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓർസ്ലേം നഗരം ശബ്ദകോലാഹലങ്ങളാൽ നിറഞ്ഞു. തങ്ങളുടെ കൂടെയായിരുന്ന യേശു ചോരയിൽ കുളിച്ച് അവരുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന ആ സ്ത്രീകളെ ആശ്വസിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു, ജെറൂസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ നഗരം ശത്രുക്കളാൽ ആക്രമിക്കപ്പെടും. അന്ന് ഇവിടെ പട്ടിണിയായിരിക്കും. നിങ്ങളും നിങ്ങളുടെ മക്കളും മരിക്കും. അത് ഈശോ അവരെ അറിയിക്കുകയായിരുന്നു. സ്വന്തം ദുഃഖത്തിലും വേദനയിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ മുഖം യേശുവിൽ കാണാം. സ്വന്തം മക്കളെ പ്രതി, കുടുംബത്തെ പ്രതി കരയുന്ന അനേകം അമ്മമാരുടെ നിലവിളിയും കണ്ണുനീരും ഇന്നും ഈ ഭൂമിയിൽ തീരാവേദനയായി പെയ്തിറങ്ങുന്നുണ്ട്. വളർത്തി വലുതാക്കിയ മക്കൾ ലഹരിയിലും തഴക്കദോഷങ്ങളിലും അസന്മാർഗിക ജീവിതത്തിലും സുഖലോലുപതയിലും സന്തോഷം കണ്ടെത്തി കുടുംബ ബന്ധങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്ഥാനവും വിലയുമില്ലാതെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ കൂടി വരുന്നു. ഈശോയെ, ഞങ്ങൾക്ക് പീഡകളും വേദനകളും
സാമ്പത്തിക തകർച്ചകളും ഉണ്ടാകുമ്പോൾ ദൈവാശ്രയ ബോധത്തിൽ ജീവിച്ച് വേദനകൾക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് അനുതപിക്കുന്ന ഹൃദയത്തോടെ നിന്നോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ഭൂവിൽ വന്ന യേശുനാഥൻ വീണുപോയി മൂന്നാമതും കുരിശിൻ പാതേ. രക്തമെല്ലാം വാർന്നുപോയി, ബലമെല്ലാം ചോർന്നുപോയി, വേദനയാൽ നീറി നീറി ക്ലേശമീ യാത്ര. ഒൻപതാം സ്ഥലം. കുരിശുഭാരത്താൽ മൂന്നാമതും നിലത്ത് വീഴുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശുയാത്ര മുന്നോട്ടു പോകാൻ സാധിക്കാത്ത വിധം തളർന്ന് യേശു മൂന്നാമതും വീഴുന്നു. രക്തമെല്ലാം വാർന്നു തീരാറായി. കൈകാലുകൾ വിറച്ച് കുഴഞ്ഞു പോകുന്നു. അതിശക്തമായ ശരീരവേദന. വീണിടത്തു നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല. ശത്രുക്കൾ വലിച്ചിഴച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഇത്ര ക്രൂരമായ ഒരു ജീവനോട് പെരുമാറാൻ മൃഗങ്ങൾക്ക് പോലും സാധിക്കാത്ത രീതിയിലുള്ള അത്ര കഠോരമായ പീഡനം. ഈശോയെ, ശാരീരികവും മാനസികവുമായ വേദനയിൽ ജീവിക്കുന്ന അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. മാറാരോഗങ്ങളാൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന, ഭവനം നഷ്ടപ്പെടുന്ന, ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യങ്ങൾ. ഞാൻ വീണാലും കൈപിടിച്ചു നടത്തുന്ന നിൻ്റെ സ്നേഹം കാണാതെ ലോകത്തിൻ്റെ നശ്വരമായ അപ്പത്തിൻ്റെ പിന്നാലെ ഓടുന്ന എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവൻ്റെ അനശ്വര അപ്പമായ നിന്നിൽ അഭയം തേടാൻ, യോഗ്യതയോടുകൂടെ നിന്നെ സ്വീകരിക്കാൻ, വീഴ്ചകളിൽ തകരാതെ തളരാതെ അങ്ങേ അനുധാവനം ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. സഹനത്തിൻ ബലിയാലേ കാൽവരീതൻ മലമുകളിൽ വസ്ത്രമെല്ലാം ഊരി മാറ്റി കുരിശിൻ ചാരേ അങ്കിക്കാൻ കുറിയിട്ടു ചുറ്റുപാടും പരിഹാസം ദാഹിച്ചപ്പോ മീറ നൽകി വചനം പൂർത്തിയാ പത്താം സ്ഥലം വിവസ്ത്രനാക്കപ്പെട്ട ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു തുടക്കത്തിനു വേണ്ടി ഈശോ കുരിശു ചുമന്നുകൊണ്ട് ഗോൽഗോഥായിൽ എത്തി. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവിടത്തേക്ക് നൽകി. ഈശോ അത് കുടിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചെടുത്തു. അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നമുക്കത് കീറണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ അങ്കിക്കു വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കരുണാമയനായ ഈശോയെ, കരുണ പറ്റാത്ത ഹൃദയത്തോടെയും പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെയും അങ്ങയുടെ കരുണയും സ്നേഹവും ഞങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് പകരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൗഖ്യദായകനായ ഈശോയെ, ആതുരാലയങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും മനോഭാവത്തോടെ അങ്ങയിൽ ആശ്രയിച്ച് അവരുടെ ശുശ്രൂഷ തുടരുവാൻ സഹായിക്കണമേ. പാപിയായ ഞാൻ എന്നെ തന്നെ ഉരിഞ്ഞു മാറ്റി നിത്യജീവനായ അങ്ങയെ ധരിക്കുവാനും ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം പുതിയൊരു ക്രിസ്തുവായി ജീവിക്കുക എന്നതാണ് എന്ന ബോധ്യത്തിൽ വളരുവാനും എന്നെ സഹായിക്കണമേ.
ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. കൈകളിലും കാൽകളിലും ആണിയാലേ മരക്കുരിശിൽ ദിവ്യദേഹം ചേർത്തു വെച്ച് തറച്ചു യൂദ. തീവ്രമായ വേദനയിൽ ദൈവപുത്രൻ മന്ത്രിച്ചു. എങ്കിലുമെൻ ഹിതമല്ല നിൻഹിതം മാത്രം. പതിനൊന്നാം സ്ഥലം. കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു. വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യേശുവിനെ മരക്കുരിശിൽ കിടത്തി. അവന്റെ കൈകളിലും കാലുകളിലും അവർ ആണികൾ തറച്ചു. അതിഘോരമായ വേദന, അടിച്ചു മുറിവേൽപ്പിച്ച കൈകാലുകൾ ആണി തറയ്ക്കുവാനായി ശത്രുക്കൾ ചേർത്തു വയ്ക്കുന്നു. പേശികൾ വലിഞ്ഞ് മുറുകുന്നു. ദുഃഖവും വേദനയും സഹിച്ച് അവിടുന്ന് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ ദൗത്യവും സ്നേഹത്തിൻ്റെ അടയാളവുമായി ഭൂമിയിലേക്ക് ദൈവപുത്രനായി ജനിച്ചു വീണ നിന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നടുവിൽ മരക്കുരിശിൽ തറച്ച് നാട്ടി നിർത്തിയപ്പോഴും നീ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഗാഗുൽത്തായിൽ നീ നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്കായി നൽകിയ കാൽവരി ബലിയുടെ പുനരാവിഷ്കാരമാണ് ഓരോ അൾത്താരയിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ ഈശോയെ, ക്രൂശിതനായ ഈശോയെ, അങ്ങയുടെ തിരുമുറിവുകളാൽ ഞങ്ങളുടെ മുറിവേറ്റ മേനിയിൽ നീ മുത്തം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടു കള്ളൻ മാർനടുവിൽ പ്രിയനീ നീയും പിതാവിനിൻ കരങ്ങളിൽ നൽകും നിൻ ആത്മാവും ചൊല്ലിനാഥൻ ഉള്ളുനീറി ജീവൻ വെടിഞ്ഞു. പന്ത്രണ്ടാം സ്ഥലം. നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുറ്റവാളികളായ മറ്റു രണ്ടുപേരെയും യേശുവിനോടൊപ്പം വധിക്കാൻ അവർ ഗാഗുൽത്തായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഒരുവനെ അവൻ്റെ വലതുവശത്തും അപരനെ ഇടതുവശത്തും ക്രൂശിച്ചു. അവരോടൊപ്പം ഈശോയെയും അവർ കുരിശിൽ തറച്ചു. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏൽ ഏൽ ലമ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? സൂര്യൻ ഇരുണ്ടു, ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറി. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാൽവരിയിൽ കുരിശിൻ കീഴിൽ വെച്ച് ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി ഈശോ തൻ്റെ അമ്മയെ നമുക്ക് നൽകി. അമ്മയിൽ ആശ്രയിച്ച് എന്ത് എന്നോട് ആവശ്യപ്പെട്ടാലും ഞാൻ നിങ്ങൾക്ക് നിറവേറ്റിത്തരും എന്നൊരു വാഗ്ദാനം കൂടി അവൻ നമുക്ക് നൽകി. ഈശോയെ, അങ്ങ് ലോകത്തിലേക്ക് വന്ന് അവസാന തുള്ളി രക്തം വരെ എനിക്കായി ചിന്തി രക്ഷയുടെ ദൗത്യം പൂർത്തിയാക്കിയല്ലോ. നിന്റെ രക്ഷയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. സാമൂഹ്യ മാധ്യമങ്ങളുടെ മാസ്മരിക ലോകത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലതു മാത്രം സ്വീകരിച്ച് ക്രൂശിലേക്ക് നോക്കി രക്ഷയുടെ പാനപാത്രം നുകർന്ന് ജീവിതം ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യത്തിലേക്ക് വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ മകനേ, പൊൻസുധനേ, എങ്ങനെ ഞാൻ താങ്ങുമിത് ജീവനില്ല ദേഹമിതാ അമ്മ തൻ മടിയിൽ. ബത്ലഹേമിൻ നാളു തൊട്ടേ മുറിവേറ്റ സംഭവങ്ങൾ അമ്മ നെഞ്ചിൽ പിടയുമ്പോൾ ഒഴുകി കണ്ണീർ. പതിമൂന്നാം സ്ഥലം. വ്യാകുല മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ഈശോ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു, വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യേശുവിൻ്റെ മരണം യഹൂദർ ഉറപ്പിച്ചിരുന്നതുകൊണ്ടും സാബത്തായിരുന്നതിനാലും മറ്റു രണ്ടുപേരുടെയും കണങ്കാലുകൾ തകർത്തു. യേശുവിൻ്റെ ശരീരം വലിയൊരു തുണിയിൽ കെട്ടി കുരിശിൽ നിന്നും ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തി. കാലിത്തൊഴുത്തിൽ ഉണ്ണിയായ ഈശോയെ കയ്യിലെടുത്ത് മുത്തം കൊടുത്തതു മുതൽ അവസാനം മൃതശരീരമായി തൻ്റെ മടിയിൽ കിടക്കുന്ന പൊന്നോമന മകൻ്റെ മുഖത്ത് നോക്കി കരയുന്ന ആ അമ്മയുടെ ദുഃഖം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. താൻ നൊന്തു പ്രസവിച്ച മകൻ തൻ്റെ മടിയിൽ ജീവനറ്റു കിടക്കുന്നു. ഈശോയെ, ജീവിത സുഖത്തിനു വേണ്ടി ശരീരത്തെ വെറും ഒരു വസ്തു മാത്രമായി കണ്ടു ജീവിച്ച് ഭ്രൂണഹത്യയിലൂടെയും കൊലപാതകത്തിലൂടെയും സ്വന്തം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന മാതാപിതാക്കൾ, സ്നേഹബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിലെ വേദനകളിൽ ഞങ്ങൾ അങ്ങയിൽ ദർശിച്ച ക്ഷമയും കാരുണ്യവും ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ ദിവ്യമേനി വിധി പോലെ സംസ്കരിച്ചു. ഭീതി പൂണ്ട ഭടന്മാരോ കാവലായി നിന്നു. മനുഷ്യന്റെ പാപത്തിനാ മരണത്തെ മറികടന്ന് ഉത്ഥിതനാ ലോകനാഥൻ മൃത്യുവേ ജയിപ്പൂ. പതിനാലാം സ്ഥലം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്ന ഈശോ. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിച്ചു. വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരി മലയോട് ചേർന്ന് ഒരു തോട്ടവും അവിടെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ രഹസ്യ ശിഷ്യനും ആലോചനാ സംഘത്തിലെ ബഹുമാന്യനും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായ അരിമത്തിയാക്കാരൻ ജോസഫും കൂടെ നിക്കോദോമോസും പിലാത്തോസിൻ്റെ അനുവാദത്തോടെ യേശുവിൻ്റെ മൃതശരീരം സുഗന്ധദ്രവ്യങ്ങളോട് കൂടെ കച്ചയിൽ പൊതിഞ്ഞ് ആ കല്ലറയിൽ സംസ്കരിച്ചു. ഓരോ മരണവും വേദനയാണ്, തീരാ ദുഃഖമാണ്. ഈശോയെ, അങ്ങയുടെ മരണവും ശിഷ്യർക്ക് വേദനയായിരുന്നു. ഉറ്റവരുടെ മരണം മൂലം തീരാവേദന അനുഭവിക്കുന്നവർക്ക് അങ്ങയുടെ അനന്ത സ്നേഹത്തിൽ ജീവിച്ച് അങ്ങേക്ക് വേണ്ടി മരിക്കുവാൻ തക്ക വിശ്വാസവും ബോധ്യവും ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളിൽ നിന്നും ആർജിക്കുവാൻ ഇടവരുത്തണമേ. പ്രതിസന്ധികളിൽ ജീവിതം വഴിമുട്ടുമ്പോൾ മരണത്തെ അഭയം പ്രാപിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദാരിദ്ര്യം, കടക്കെണി, ദാമ്പത്യ ബന്ധങ്ങളുടെ തകർച്ച, പരിഗണനയില്ലായ്മ, അങ്ങനെ പല കാര്യങ്ങൾ ഇതിന് കാരണമാകുന്നു. ഇവിടെയാണ് ശൂന്യമായ കല്ലറ പ്രത്യാശയുടെയും ഉത്ഥാനത്തിൻ്റെയും തുറവി നമുക്ക് നൽകുന്നത്. ഏതവസ്ഥയിലും ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ അനുഗമിക്കുവാൻ ഈ യാത്ര നമ്മെ കരുത്തരാക്കട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. കാൽവരിയിൽ പൂർത്തിയായ തിരുമരണത്തിൻ
തിരുനിണത്തിൻ ബലിയാലേ പാവനാത്മാ നിറവീന ശോഭയാ നാഥൻ. മഹത്വത്തിൻ ഒളിയാലേ വിജയത്തിൻ ധ്വനിയാലേ സ്നേഹത്തിൻ നിറവോടെ വരണേ നാഥ. സമാപന പ്രാർത്ഥന. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ദൈവത്തിൻ്റെ അനിതര സാധാരണമായ സ്നേഹം പുത്രനിലൂടെ ഞങ്ങൾ ഈ പീഡാനുഭവ യാത്രയിൽ അനുഭവിക്കുകയായിരുന്നു. ഭൂമിയിലെ ബലഹീനരും പാപികളുമായ മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി പുത്രൻ തൻ്റെ അവസാന തുള്ളി രക്തവും ചിന്തി നമ്മെ പാപത്തിൽ നിന്നും രക്ഷിച്ചു. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിലൂടെ നയിക്കപ്പെടുന്ന ഒരു സമൂഹമായി ക്രിസ്തുവിൽ ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആൽഫയും ഒമേഗയുമായ ദൈവമേ, അങ്ങയുടെ വചനം ശക്തവും ആശ്വാസവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടി, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനവുമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ഇന്നും വിശുദ്ധ ബലിയിലൂടെ നിന്റെ ശരീരവും രക്തവും ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പീഡാനുഭവത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും, കുരിശിലെ ബലിയിൽ ഞങ്ങളെ രക്ഷിച്ച പുത്രനെ ആരാധനയും, ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. മനസ്താപ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും
എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ വിവേചിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ.